ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനം. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമാണ്. തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും. തൻ്റെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായ തൻ്റെ ഏകപുത്രനെ ലോകത്തിന് ബഹിർഗണിക്കുവാൻ വേണ്ടി ദുഃഖമോ പരിഭവമോ പരാതിയോ ഒന്നും കൂടാതെ അത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി വിട്ടു നൽകുകയാണ് ചെയ്തത്. പിതാവായ ദൈവം ലോകത്തെ എപ്രകാരം സ്നേഹിച്ചുവോ അപ്രകാരം തന്നെ പരിശുദ്ധ കന്യകാമറിയവും ലോകത്തെ സ്നേഹിച്ചു. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രതികരമായി സംഭവിച്ചത് അമ്മയുടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അരൂപിയാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. ഇതുതന്നെയാണ് മംഗളവാർത്താ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഗബ്രിയേൽ ദൈവദൂതനോട് പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവ തിരുമനസ്സിന് മുന്നിൽ തന്നെ തന്നെ ഒരു ദാസിയായി സമർപ്പിക്കുന്ന, തന്നെ തന്നെ സമ്പൂർണ്ണമായി വിധേയമാക്കുന്ന, തന്നെ തന്നെ പൂർണ്ണമായും അർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്ത ഈശോയെ പോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും ഇതാ കർത്താവിന് ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴും. മൂന്നാമതായി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംബന്ധിച്ചത് പരിശുദ്ധ അമ്മയുടെ ജീവിതം നിശബ്ദതയുടെ സാന്നിധ്യമായിരുന്നു. ഒച്ചപ്പാടുകളും ബഹളങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഈ നിശബ്ദതയുടെ ഒരു സാന്നിധ്യം പരിശുദ്ധ അമ്മയും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. സങ്കീർത്തകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തതയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ പൂർണ്ണമായും ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നു. ഈ നിശബ്ദതയും ശാന്തതയും മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നിശബ്ദതയുടെ, ഈ പ്രാർത്ഥനയുടെ ഒരു സാന്നിധ്യം നമ്മളിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കർമ്മലിയ ഉത്തരീയം ധരിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ അരൂപി, സമർപ്പണത്തിൻ്റെ അരൂപി, നിശബ്ദയുടെ അരൂപി നാം ഓരോരുത്തരിലും വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിൽ കൊണ്ട് പരിഭവപ്പെടാതെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് മറിയത്തെ പോലെ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് സ്വയം വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്നതുപോലെ ആ ഫലങ്ങളെല്ലാം ഞങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരും പൂർണ്ണമാക്കുന്നതിനു വേണ്ടി ദൈവസിരിസന്നിധിയിൽ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കടലായ പരിശുദ്ധ അമ്മേ, നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.